ഒരു കപ്പലിന്റെ കപ്പിത്താൻ ദേവാലയത്തിന് സമർപ്പിച്ച ഈ ഒരു മാതാവിന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി സ്ഥിതി ചെയ്യുന്ന തുമ്പോളിപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് ചർച്ച് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ഒരു ദേവാലയം വിശ്വാസത്തിന്റെയും പൗരത്വത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഈ ഒരു ദേവാലയം വിശുദ്ധ തോമസ് ലേഖക്കും അതേപോലെ തന്നെ പരിശുദ്ധ മാതാവിനും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ്. ഇൻഡോ പോർച്ചുഗൽ ശൈലിയിലുള്ള മനോഹരമായ വാസ്തുവിദ്യയാണ് ഈ ദേവാലയത്തിന്റെ ആകർഷണം. ഈ ദേവാലയത്തിന്റെ പ്രധാന അൾത്താര കൈകൊണ്ട് കൊത്തിയെടുത്ത അതിമനോഹരമായ മരപ്പണിയാണ്. തുമ്പോളിപ്പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തുമ്പോളിയമ്മ എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപമാണ്. എല്ലാ വർഷവും നവംബർ മാസം നടക്കുന്ന തുമ്പോളി പെരുന്നാൾ ആയിരക്കണക്കിന് വിശ്വാസികളെ ആകർഷിക്കുന്നു. വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുകയും പ്രത്യേകമായി കപ്പലോട്ടക്കാരിയമ്മ എന്നറിയപ്പെടുന്ന തിരുസ്വരൂപം ഭക്തിയിൽ ഏറെ ആരാധിക്കപ്പെടുന്നു. ഒരു കപ്പലിന്റെ കപ്പിത്താൻ ദേവാലയത്തിൽ സമർപ്പിച്ചതാണ് ഈ ഒരു രൂപമെന്നാണ് പാരമ്പര്യ വിശ്വാസം. യൂറോപ്പിൽ നിന്ന് അറബിക്കടൽ വഴി യാത്ര ചെയ്തിരുന്ന ഒരു കപ്പൽ കൊടുങ്കാറ്റിൽ അപകടത്തിൽപ്പെട്ടു. കപ്പലിൽ ഉണ്ടായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപത്തിന്റെ മുന്നിൽ ക്യാപ്റ്റനും നാവികരും പ്രാർത്ഥിച്ചു. അതിനുശേഷം കടൽ ശാന്തമാവുകയും കപ്പൽ സുരക്ഷിതമായി തുമ്പോളി തീരത്തെത്തുകയും ചെയ്തു. ഈ അത്ഭുതത്തിന് സൂചകമായി ഈ മാതാവിന്റെ തിരുസ്വരൂപം തുമ്പോളിപ്പള്ളിക്ക് സമർപ്പിച്ചു എന്നാണ് പാരമ്പര്യം. ആലപ്പുഴ സന്ദർശിക്കുന്നവർ തീർച്ചയായും കാണേണ്ട ആത്മീയവും ചരിത്രപരമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു ദേവാലയം.